രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. പാലക്കാടെ സംബന്ധിച്ച് പാലക്കാട് കോൺഗ്രസ് അങ്ങനെ നേടിയെടുത്ത ഒരു സീറ്റാണ് പാലക്കാട്. അവിടെ വലിയ ശക്തമായി തന്നെ BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. BJP അവിടെ നേടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടില്ലെങ്കിൽ പാലക്കാടിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകണ്ട. മാത്രമല്ല നോക്കൂ, 100 സീറ്റ് എന്ന ആത്മവിശ്വാസത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇവിടെ നേതാക്കൾ നടന്ന് കയറിയിരുന്നത്. അവിടെയാണ് ഇനി ആദ്യം മുതൽ തുടങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ച ഒരാളെ എന്തിനാണ് ഇവർ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അല്ലേ? പാർട്ടിയെ ഈ നാണക്കേടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരാളെ എന്തിനു ചുമക്കണം എന്ന് നേതാക്കൾ ചോദിക്കേണ്ടതുണ്ട്. അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നു എന്നിപ്പോൾ റോഷി റിപ്പോർട്ട് ചെയ്യുന്നു. നല്ല കാര്യം. ആ പ്രതികരണം നടപടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് എത്തിക്കാൻ നോക്കൂ, ദേശീയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയെ അവഗണിച്ച ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി ആഘോഷിക്കുന്നുണ്ട്. നന്നായി ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ഈ മസാല കഥ മതി. അവർ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA-യുടെ ഈ ലൈംഗിക ചെയ്തികൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഗൗരവത്തിലുള്ളൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നാണക്കെട്ടിലാക്കിയിരിക്കുന്ന ഒരു MLA, കേവലം ഒരു MLA, അയാളെ രാജ്യം വാങ്ങണമെന്നേ, അതിനി മുഹൂർത്തം കാത്തിരിക്കേണ്ടെന്നേ. എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? അടുത്ത ശബ്ദരേഖയ്ക്കോ അടുത്ത വെളിപ്പെടുത്തലിനോ? ഇനി ഒന്നിനും സമയമില്ല. ഇപ്പോഴാണ് നടപടിയെടുക്കേണ്ടത്. വളരെ വേഗത്തിൽ ആ രാജിയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ കേസെടുത്ത് നടപടിയിലേക്ക് പോകാൻ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ. Meet the editors.